ഞാനിപ്പോൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ പോകാൻ ഇപ്പോൾ ഉള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ അവിടെ ഉള്ളതിനെ കൊണ്ട് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്തുണ്ട് ഒരാളുടെ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. ആ കെട്ടിൻ്റെ സൈഡിൽ കൂടി ഞാനും അങ്ങ് പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടി ഇനി എൻ്റെ മേത്ത് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ പോകുന്നവരെ അടുത്തൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക. ഇതേമാതിരി നല്ല അടിപൊളി സ്ഥലങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോകുന്നേരം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം എന്താക്കി നേരെ ഒരാളെ വിളിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. വിളിക്കുന്ന സമയത്ത് ഈ ആളാണ് ഞാനിന്ന് എല്ലാവർക്കും അറിയുന്നില്ല. ഇതെന്താ ഇവനിങ്ങനെ മുഖം ഇങ്ങനെ വെച്ചിക്ക് എന്ന് ചോദിച്ചാൽ മുഖം അങ്ങനെ ആയിപ്പോയി. പിന്നെ എന്താക്കേന എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്രയും വെള്ളം റോട്ടുമേലുണ്ട്, അത്രയും ഉറവുണ്ടെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അത്രയും മഴയും പെയ്തിക്കല്ലോ. അത്രയും എന്ന് പറഞ്ഞതിന് ശേഷം പോകുന്നൊരു ഒരു വീട് കണ്ടു. നല്ല അടിപൊളി ഒരു വീട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു വീടായതിനെ കൊണ്ട് നമ്മളെന്താക്കി ആ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എന്താക്കി നമ്മൾ ആചാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അസ്നോ എല്ലാ ആചാരം അവിടെ മഴ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആചാരം പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ മഴയൊന്നുമില്ല. എന്താ ആവശ്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൂപ്പർമാൻ്റെ ഷഡ്ഡി ഉണങ്ങിയിട്ടില്ല ആചാര, ആ ഒന്ന് അവിടെ വെക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇല്ല മോനെ, ഇവിടെ നല്ല മഴയാണ്, ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ ഉണക്കിയിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ്റെ ഷഡ്ഡി ഇത്രയും നല്ല രീതിയിൽ ഉണങ്ങുന്ന ഒരേ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്ത് മാത്രമേ അത് ഉണങ്ങുള്ളൂ എന്നാണ്. അന്നേരം തന്നെ ആചാര പറഞ്ഞ് അടുത്ത വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് പറയണേന്ന്. ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞോളൂ. അങ്ങനെയെല്ലാം കൂടി എവിടെ എത്താനായി നമ്മൾ ഉമ്മാമാൻ്റെ വീട്ടിലേക്ക് എത്താനായി. അവിടെ എത്തി പോകുന്ന സമയത്തുണ്ട് നല്ല അടിപൊളി ഒരു ചക്കമൊക്കെ റോട്ടുമേൽ വീണ് കിട്ടും. അന്നേരം തന്നെ ഞാൻ വിചാരിച്ച് ചക്ക ബിസിനസ് തുടങ്ങിയാലോ, ചക്കക്കുരുവൊക്കെ എടുത്തിട്ട് എന്ന്. ബിസിനസ് ഐഡിയ കൂടുതലുള്ളതിനെ കൊണ്ട് അത് അധികം മൈൻഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് എവിടെ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ഇതാണ് നമ്മൾ എന്താക്കുന്നത്, ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ വീട് ഇവിടെയാണ് ആരുള്ളത്, നമ്മളെ ഉമ്മാമുള്ളത്. നേരെ അങ്ങോട്ടേക്ക് കയറി ഗേറ്റിങ് തുറന്നതിന് ശേഷം ഞാൻ നടന്ന് അങ്ങോട്ട് ഇങ്ങ് പോയിട്ടോ. പോകുന്ന സമയത്തുണ്ട് അവിടെ അവരെ ബൈക്ക് നമ്മൾ റീചാർജ് ചെയ്തേ ഇലക്ട്രോണിക്സ് ബൈക്കാണ്. അപ്പം ഞാൻ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ബെല്ലടിച്ച് നോക്കുന്നവരോ ബെല്ല് ഇല്ല, അടിയുന്നില്ല. അങ്ങനെ ഞാൻ എന്താക്കി നേരെ ഉള്ളിലേക്ക് കയറി ചവിട്ടി തുറക്കാൻ തുടങ്ങി. തുറന്നതാരാ? ഇക്കാക്ക. തുറന്ന വാടനെ ഒറ്റ ചവിട്ട് കണ്ടോ, തുറന്ന വാടനെ ഇക്കാക്ക. പിന്നെ ഞാൻ കയറി പിന്നെ നേരെ അടുക്കളയിൽ പോയി നോക്കുന്നുണ്ട് പയമ്പരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഉമ്മാമൻ്റെ അടുത്ത് പോയിട്ട് എന്തെല്ലാം ഉമ്മാമ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരം. ഉമ്മാമക്ക് നമ്മളൊന്നും മനസ്സിലാകുന്നില്ല. ഉമ്മാമ നല്ല ക്ഷീണിച്ച് കിടക്കണം. അപ്പോൾ ഉമ്മാമനെയും കണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിക്ക് ചായ കുടിച്ച് പോന്നു.